നമ്മുടെ OPയിൽ വരുന്ന പേഷ്യൻസിൽ ഒരു ഭൂരിഭാഗം പേഷ്യൻസിനും വളരെ അലാമിംഗ് ആയിട്ടുള്ള സൈനാണ് യൂറിനിൽ ബ്ലഡ് കാണുക എന്നുള്ളത്. ഇതിന് കുറച്ച് കോമൺ കോസസ് ഉണ്ട്. നമ്പർ 1, പേഷ്യന്റ് എടുക്കുന്ന ചില മെഡിക്കേഷൻസ് ആയിരിക്കാം. അത് ഏറ്റവും കോമൺ ആയിട്ട് ബ്ലഡ് തിന്നേഴ്സ്, എക്കോസ്പിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡ്, ഒരു സ്ട്രോക്കിന് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിന് വേണ്ടി എടുക്കുന്ന ടാബ്ലറ്റ്സ് ആകാം. രണ്ടാമത് യൂറിനറി ഇൻഫെക്ഷൻ, അതായത് ഏറ്റവും കോമൺ ആയിട്ട് മൂത്രസഞ്ചിയിൽ വരുന്ന ഇൻഫെക്ഷൻ. പിന്നെ കല്ലിന്റെ അസുഖം, കിഡ്നിയിലോ മൂത്രനാളിയിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോ കല്ലുണ്ടെങ്കിലും യൂറിനിൽ ഈ ബ്ലഡിന് അംശം കാണാം. ഇതൊന്നും കൂടാതെ വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ട്യൂമർ ആകാം, അതായത് കിഡ്നിയിലാകാം, മൂത്രസഞ്ചിയിലാകാം, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലാകാം. പിന്നെ ഇത് കൂടാതെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് മാത്രം യൂറിനിൽ ഈ ബ്ലഡിന്റെ അംശം കാണാനും സാധിക്കും. പിന്നെ ഉള്ളത് കുറച്ച് റെയർ കോസസ് ആണ്, അതായത് ഈ മെഡിക്കൽ കണ്ടീഷൻസ്, IgA നെഫ്രോപ്പതി, ഗ്ലോബുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അത് ജോഗേഴ്സ് ഹെബിച്യൂറിയ എന്ന് പറയും, എന്നിങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് യൂറിനിൽ ബ്ലഡ് കാണുകയാണെങ്കിൽ നമുക്കും അതൊരു അലാമിംഗ് സൈൻ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ട്യൂമറിന്റെ സൈനും ആവും. അപ്പം നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് വേണ്ടത് ഒരു നല്ലൊരു ക്വാളിറ്റി അൾട്രാസൗണ്ട് എടുത്തിട്ട് അതിൻ്റെ അത് ട്യൂമർ അല്ലല്ലോ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി. അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് ഏത് കോസാന്നുള്ളതിന്റെ ഏതാണ്ട് ഒരു ധാരണ കിട്ടുകയും ചെയ്യും. അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനും സാധിക്കും. അപ്പം യൂറിനിൽ ബ്ലഡ് കണ്ടാൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനൊരു പ്രോപ്പർ ഇവാലുവേഷൻ വേണം. ഏറ്റവും മിനിമം ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുക തന്നെ വേണം.